മഴ തോരുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആൽബിച്ചിനെ റോബിച്ചിനൊക്കെ കൂടി സംസാരിക്കണേ നമ്മുടെ അലീനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, അതിന് വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അപ്പച്ചൻ എന്തേന്ന് നോക്കുമ്പോൾ അപ്പച്ചൻ കുളത്തുപുഴയ്ക്ക് പോയി പറയും. ഇത്ര പെട്ടെന്നോ? ഇന്നലെ വന്നല്ലേ ഉള്ളൂ. പോയി. അപ്പച്ചനെ അവളെ കാണാണ്ടിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് അവർ കുറ്റം പറയുന്നത്. അപ്പോൾ ഷെറിന് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഷെറിന് കുഞ്ഞിനെയും വേണം, അതുപോലെ തന്നെ ടോണിച്ചനെയും വേണം. അപ്പോൾ അങ്ങനെ പറയുന്നു, കിട്ടിയ ജീവിതം ആസ്വദിച്ച് ജീവിക്കാത്ത മണ്ടി കൈവിട്ട് കളഞ്ഞു, അപ്പോൾ കിട്ടോടി നിൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. പോടാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ട്. നല്ലൊരു ജീവിതം നശിപ്പിച്ച് കളഞ്ഞിട്ട് അവളെ അവിഹിത സന്തതിനെ അന്വേഷിച്ച് നടക്കണേന്നൊക്കെ പറഞ്ഞ് ആൽബിച്ചൻ റോബിച്ചനും കൂടി വഴക്ക് പറയുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന തോട്ടത്തിൽ ചെടികളുടെ പുഴുക്കുത്തുകളും ഉണങ്ങിയ ഇലകളൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് വെള്ളമൊക്കെ നനയ്ക്കുന്ന. അയ്യോ മോളെ ഞാൻ ചെയ്തോളാന്ന് പറയും വന്നു കഴിഞ്ഞിട്ട്. അപ്പം പറയും വേണ്ട ഞാൻ ചെയ്തോളാം, അതിനെന്താ കുഴപ്പം, കുഞ്ഞ് ചെയ്യുന്നുണ്ട എന്നെ വഴക്ക് പറയുമെന്ന് പറയും. അത് സാരമില്ല, ഞാൻ പറഞ്ഞോളാം പാപ്പനോട്. ഈ ചെടികൾ ഇന്നലെ ഇങ്ങനെ തന്നെയല്ലായിരുന്നു കിടന്നത്, ഇന്നലെ നനച്ചിട്ടില്ല. അയ്യോ മോളെ ഇത് കേണൽ സാറിനോട് പറയല്ലേ, കേണൽ സാറിനോട് പറഞ്ഞ ബൈജുവിൻ്റെ ജോലി പോകുമെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ആരോടും പറയാൻ പോകില്ല എന്ന് പറയും. അപ്പോഴത്തേനും കാറിൻ്റെ സൗണ്ട് കേൾക്കും. കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അലീന ഓടി ചെല്ലണം വലിയപ്പച്ചൻ വന്ന്. ഇത് എത്ര ദിവസമായി പോയിട്ട്? അയ്യോടി ഞാൻ ഇന്നലെ അല്ലേ ഇവിടുന്ന് പോയത്. ആണോ? എനിക്ക് തോന്നിയേ കുറേ ദിവസത്തെ പോലെ തോന്നിയെന്ന് പറയും. പിന്നെ എന്തുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? അവിടെ എന്ത് വിശേഷം, അവിടുത്തെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ നല്ലോണം ഉണ്ടെന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കും. പറയും ലാലിച്ചൻ്റെ ബന്ധു വീട്ടിൽ, അതായത് അഞ്ജലിയിൽ യുദ്ധം, നമ്മുടെ തറവാട്ടിൽ കൊടുങ്കാറ്റ്. അപ്പോൾ അങ്ങനെ പറയുന്നു, രണ്ടും നിൻ്റെ പേരിൽ, നിന്നെ എങ്ങനെ പുറത്താക്കണം എന്നാണ് അവരുടെ ആലോചന എന്ന് പറയും. ഇവിടെ എന്നാ വിശേഷം എന്ന് ചോദിക്കും. ഇവിടെ ഞാൻ സമരം തുടങ്ങിയെന്ന് പറയും. എന്ത് സമരം? ഉപവാസം. അത് വേണ്ടായിരുന്നു മോളെ, പട്ടിണി കിടന്നിട്ടുള്ള സമരം വേണ്ട നമുക്കെന്ന് പറയും. അത് സാരമില്ല വല്യപ്പച്ച, എടി നീ സമരം കിടന്നാലൊന്നും അവൻ അഴിഞ്ഞു തരുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ കുഞ്ഞേന്ന് ചോദിക്കും. പറയും അതെനിക്കറിയാം, അതുകൊണ്ട് ഇന്ന് ഉപവസിക്കും, നാളെ ഞാൻ മൂക്കുമുട്ട തിന്നും, മറ്റന്നാൾ വീണ്ടും ഉപവസിക്കും, ഒന്നരാടെന്ന് പറയും. നിൻ്റെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ പറയും വല്യപ്പച്ചൻ പോയി സംസാരിക്കുമെന്ന് പറയും. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അപ്പച്ചനെന്താ പോന്നേ, ഇന്നലെ പോയല്ലോ ഇവിടുന്ന് എന്ന് പറയും. ഞാനേ ഇവിടെ വന്നപ്പോഴാണ് അലീന കൊച്ചിനെ കണ്ട്. അപ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞിട്ടായിരുന്നു അലീനോട് അലീനയുടെ ഭാഗത്ത് നിൽക്കുള്ളൂ, ന്യായത്തിന് വേണ്ടിയിട്ടാണ് അലീന ഉപവസിക്കണമെന്നുള്ള കാര്യം വല്യപ്പച്ചൻ അറിയാം. എന്നാലും സ്റ്റാൻലിയോട് പറയും ഇവിടെ വന്നപ്പോൾ അവൾക്ക് ഉപവാസം എന്ന്. നല്ല അഹങ്കാരമല്ലേടാ, നീ എന്താ തീരുമാനിച്ചതെന്ന് ചോദിക്കും. ഞാൻ എന്ത് തീരുമാനിക്കാൻ, അവിടെ പട്ടിണി കിടക്കട്ടെ എന്നറിയും. എടാ നീ പറഞ്ഞ കേൾക്കാത്ത പെണ്ണിനെ പിന്നെ നിനക്കെന്താടാ, നീ അങ്ങോട്ട് തന്നെ കൊണ്ടാക്കി കൊടുക്കൂ, എപ്പോൾ വേണമെങ്കിലും തിരിച്ച് കൊണ്ടുപോയിക്കോളാമെന്ന് അയാൾ പറഞ്ഞിട്ടില്ലേ ബാലചന്ദ്രൻ. അപ്പോൾ അങ്ങോട്ട് വിളിച്ചും കഴിഞ്ഞിട്ട് പറഞ്ഞയക്ക്, കൊല്ലപ്പള്ളിക്കാർക്കും ഇല്ലേ അവളിൽ അവകാശം, അവർ നോക്കട്ടെടാ എന്ന് പറയും. എന്തവകാശം? എൻ്റെ മോൾക്ക് ഒരു കൊല്ലപ്പള്ളിക്കാരായിട്ട് ഒരു അവകാശവും ഇല്ല. കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ മോളെ അവർ ഉപേക്ഷിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അവൾക്ക് എൻ്റെ മോൾ ഇത്രയും അനുഭവിച്ചത് കൊല്ലപ്പള്ളിക്കാർ കാരണമാണ്. എന്നോടൊരു വാക്ക് പറയേ എൻ്റെ മോളെ എനിക്ക് തരിക ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മോൾ ഇത്ര അനുഭവിക്കുമോ? അനാഥാലയത്തിൽ കിടന്ന് അപ്പച്ചനെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട. അവർക്ക് എൻ്റെ മോളിൽ ഒരു അധികാരവും ഇല്ല, അവർക്ക് ഇനി എൻ്റെ മോളെ കണി കാണുക പോലും ഇല്ല എന്ന് പറയും. പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. നിൻ്റെ അനിയന്മാരുണ്ടെങ്കിൽ അവിടെ യുദ്ധം വെട്ടിക്കൊണ്ടിരിക്കണേ എന്തിനെന്ന് ചോദിക്കും. അലീനനെ പറഞ്ഞയക്കാൻ. നിൻ്റെ ഭാര്യയുടെ ചേച്ചി എന്നുണ്ടെങ്കിലേ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് പറയുന്നു, നമ്മുടെ കൊട്ടാരമറ്റത്തിൽ ഇനി ആരുമില്ല അറിയാമെന്ന് പറയും. എല്ലാവരും അറിയട്ടെ, ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചോദ്യം ചെയ്യാലോ, എന്തിനാ മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് അതും പറയുന്നു, അവർക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്ന് പറയും. നിന്നെ പേടിയാടാ, നീ പട്ടിനെ വിട്ട് കടുപ്പിക്കുന്നു വിചാരിച്ചിട്ട് എന്ന് പറയും. നീ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് എനിക്കെല്ലാം അറിയുള്ളൂ എന്ന് പറയും. ആര് പറഞ്ഞു? അനാവശ്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ എന്ന് പറയും. ആർക്ക് വേണ്ടി? ഞാൻ എൻ്റെ മോളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇപ്പം തന്നെ ഈ അപ്പച്ചൻ എൻ്റെ മുന്നിൽ വന്ന് അവളെ കുറ്റം പറഞ്ഞത് എന്നെ കളിയാക്കണതല്ലേ, അപ്പച്ചൻ അവളെ ഭാഗത്ത് നിന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്ന് പറയും. അപ്പോൾ അത് നിനക്ക് അറിയാലേ എന്ന് പറയും. എനിക്കറിയാം അപ്പച്ചനൊക്കെ, അപ്പച്ചനും അവളും ഒറ്റ കെട്ടണമെന്ന് എനിക്കറിയാം. എന്തായാലും അവളോട് പറഞ്ഞേക്ക്, ഞാനങ്ങനെ തോറ്റൊന്നും തരുമൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ സ്റ്റാൻലിയും അലീനയും കൂടെ സംസാരിക്കുന്നുണ്ട്. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് ഈ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഉപവാസം തന്നെയെന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിക്കും. ഈ അടുക്കളയിലെ ഒരു നേരത്തെ ഭക്ഷണത്തിലും നിങ്ങൾക്ക് ഞാൻ കാരണം ലാഭിക്കട്ടെ എന്ന് പറയും. ഇത് എൻ്റെ പണം കൊണ്ട് വാങ്ങിയ സാധനങ്ങളിന് ഇത് നശിപ്പിച്ച് കളഞ്ഞാലും മറ്റാർക്കും ദോഷമില്ല എന്ന് പറയും. അത് പാപ്പയ്ക്ക് തോന്നുന്നത് ഒരു മിനിറ്റിൽ
20 സെക്കൻഡിലോ അല്ലെങ്കിൽ ഒരു മിനിറ്റിലോ ഒരു കുട്ടിയെങ്കിലും ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന നാടാണ് നമ്മുടേതെന്ന് പറയും. അപ്പോൾ അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മോളും പപ്പയും കൂടെ വീണ്ടും മത്സരിക്കുന്നുണ്ട്. എന്നാൽ ശരി നീ മത്സരിച്ചോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സ്റ്റാൻലി പോകും അവിടെ നിന്ന്. പിന്നീട് വല്യപ്പച്ചൻ അലീനയുടെ അടുത്തേക്ക് വരും. മോളെ ഞാനേ അവനായിട്ട് സംസാരിച്ച് എന്നിട്ട് എന്താ അവൻ അങ്ങോട്ട് പിടി തരുന്നില്ല മോളെ. അവൻ്റെ മനസ്സിൽ എന്താണെന്നൊന്നും മനസ്സിലാവാൻ പറ്റണില്ല. ഞാൻ നിന്നെ കുറേ കുറ്റം പറഞ്ഞു നോക്കി, പക്ഷേ അപ്പോൾ അവന് പിടുത്തം കിട്ടി ഞാൻ നിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം. വല്യപ്പച്ചൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു നീ പറഞ്ഞ അനുസരിക്കാതെ പെങ്കൊച്ചണെങ്കിൽ പറഞ്ഞു വിടടാ, കല്യാണം കഴിച്ചൊക്കെ കൊടുക്കാൻ നമുക്ക് ബാധ്യതയാവൂലേ, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, നമുക്ക് കൊല്ലപ്പള്ളിയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നിട്ട് എന്ത് പറയണേ? എന്ത് പറയാം മോളെ, അവൻ മനസ്സ് പിടി തരുന്നില്ല, അതവന് സൗകര്യമില്ല അവനെ പറഞ്ഞയക്കാന്ന്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി സ്റ്റാൻലിക്ക് സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ല. എന്തുകൊണ്ടാണ് വല്യപ്പച്ച പപ്പയുടെ ഭാര്യ മക്കളും ഈ വീട്ടിൽ വന്ന് താമസിക്കാത്ത? ഈ അഞ്ചലെന്ന് പറഞ്ഞത് ഇവിടെ അടുത്തല്ലേ, എന്നിട്ടും അവരെന്താ വരാത്ത? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മോളെ. വല്യപ്പച്ചൻ എന്താ അതൊന്നും എന്നോട് പറയാത്ത? എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും അറിയില്ല മോളെ, പ്രശ്നമാണ് വഴക്കാണ് ഇഷ്ടക്കുറവിടുന്ന് മാത്രം അറിയുള്ളൂ, അല്ലാതെ ഇവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ഞാനൊന്നും പറയാനും ചോദിക്കാനും ചെന്നിട്ടില്ല. ലാലിച്ചേനത് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയും. അങ്ങനെ എൽസാമനെയും മക്കളെയും ഇവിടെ കൊണ്ട് എൽസ മമ്മിനെയും മക്കളെയും ഇവിടെ കൊണ്ട് താമസിപ്പിക്കേണ്ടതല്ലേ, എന്നാലല്ലേ പാപ്പയുടെ ജീവിതം ശരിയാവുള്ളൂ. ഇതിപ്പോൾ എല്ലാവരുടെ ജീവിതവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കറുത്തില്ലാണ്ട് നശിച്ചു പോകല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ് മോളെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം എന്നിങ്ങനെ പറഞ്ഞ ലീനയ്ക്ക് വാക്ക് കൊടുക്കുന്നു വല്യപ്പച്ചൻ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോഭാഗമാണ്. പ്രമോഭാഗത്ത് അനിയന്മാർ വിളിച്ചു കഴിഞ്ഞിട്ട് സ്റ്റാൻലിയെ വഴക്ക് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് നാണക്കേടാണ്, ലാലിച്ചൻ മാത്രമല്ല നാണക്കേട്, ഞങ്ങൾക്ക് അപമാനമാണ്, വിഹിത സന്തതിനെ കൊണ്ട് നിർത്തിയേക്കണ്, അത് അനാഥാലയത്തിൽ തന്നെ കൊണ്ടാക്കുന്ന. അപ്പോൾ എൻ്റെ മകൾ അനാഥാലയത്തിൽ ജീവിക്കുന്നേക്കാളും നല്ലത് എൻ്റെ കൂടെ വിഹിത സന്തതിയായിട്ട് എൻ്റെ കൂടെ ജീവിക്കാനാണ്ടാ എനിക്ക് അന്തസ്സെന്ന് പറയും. നിങ്ങളുടെ അന്തസ്സ് മാത്രം നോക്കിയാൽ മതി എന്ന് വെച്ചപ്പോൾ തൽക്കാലം എൻ്റെ അന്തസ്സ് മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, എൻ്റെ മോളെ പറഞ്ഞയക്കാൻ നിങ്ങളാരും എൻ്റെ അടുത്തേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞ് അലീനയ്ക്ക് വേണ്ടി അങ്ങനെ സഹോദരങ്ങളെ ആട്ടി ഓടിക്കിന് നമ്മുടെ സ്റ്റാൻലി. പിന്നീട് അലീന മനസ്സ് തുറക്കണ വല്യപ്പച്ചനോട്. ആദ്യമായിട്ട് കണ്ടപ്പോഴും പപ്പ എന്നെ മോളയിൽ നിന്നൊന്നും വിളിച്ചില്ല, മോളയിൽ നിന്നൊന്ന് വിളിച്ച് ഒന്ന് തലോടിയിരുന്നെങ്കിൽ ഞാൻ ആ മടിയിൽ ചെന്ന് വീണേനെ, അത്രയധികം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ ഒന്ന് മോളയിൽ നിന്ന് വിളിച്ച് സ്നേഹിക്കാനും താലോലിക്കാനും എന്ന്. അപ്പോൾ ആദ്യം തന്നെ വല്യപ്പച്ചനോട് സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് എന്നോട് അത്ര ആത്മാർത്ഥതയൊന്നും ഇല്ല, കാരണം ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ലല്ലോ, സ്നേഹിച്ചാലല്ലേ സ്നേഹം തിരിച്ചു കിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ട്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറക്കുന്നുമില്ല. സ്റ്റാൻലി തൻ്റെ അഭിമാനം അലീനയുടെ മുന്നിൽ പണയം വയ്ക്കുന്നുമില്ല. അലീനയും അങ്ങനെ തന്നെ സ്നേഹത്തിന് വേണ്ടി കഴിഞ്ഞിട്ട് പപ്പയുടെ മുന്നിൽ ചെന്ന് കെഞ്ചൊന്നും ഇല്ല. അങ്ങനെ രണ്ടുപേരും വാശിയിൽ അങ്ങനെ നിൽക്കുന്നൊരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.